നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മൊറോക്കോക്കെതിരെയുള്ള ബ്രസീലിൻ്റെ മത്സരം കഴിഞ്ഞത് മുതൽ പല വീഡിയോകളിൽ താഴെയായിട്ട് പലരായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഹെയ്ത്തിക്കെതിരെ നെയ്മർ കളിക്കുമ്പോൾ നെയ്മർ അപ്ഡേറ്റ് നൽകൂ, നെയ്മറുടെ പുതിയ വിവരങ്ങൾ നൽകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ. അറ്റവും മുറിയൊക്കെ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കാം, അങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകളും വരാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. വിശ്വാസയോഗ്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടണമെങ്കിൽ അത് ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കണം, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പല സുഹൃത്തുക്കളും ഇവിടെ വന്ന് കമൻ്റ് ഇടുന്നതെന്ന് അറിയാം. ഇപ്പോഴിതാ ഒരു ക്രെഡിബിൾ സോഴ്സ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ESPN ബ്രസീൽ, ESPN ഹാസ് ലേൺഡ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ബ്രസീലിയൻ ദേശീയ ടീം ഫോളോ ചെയ്യുന്ന ഒറ്റ ഓർഡറേ ഉള്ളൂ, അത് കോഷൻ ഏതാണ്, ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യണം. ഇപ്പോഴത്തെ സ്ഥിതി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. നെയ്മർ ജൂനിയർ മെയ് 17 സാൻഡോസിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ബാധിച്ച ആ കാഫ് ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിക്കവറി സ്റ്റേജ് ഇപ്പോഴും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. എന്നാൽ സൂപ്പർ താരം അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ലോഡ് ജിമ്മിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രൂപത്തിൽ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കണ്ടീഷനാണ്. അതേസമയം ശ്രദ്ധിക്കുക, പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ നെയ്മർ ജൂനിയർ, അതായത് ദി നമ്പർ 10 വിൽ ഈവൻ ടേക്ക് ടു ദി ഫീൽഡ് ദിസ് വീക്ക്. ഈ ആഴ്ച അദ്ദേഹം കളത്തിലിറങ്ങിയേക്കും, കളിക്കാൻ വേണ്ടിയിട്ടല്ല, ട്രെയിനിങ്ങിനെ. ബട്ട് ഹി വിൽ ഓൺലി ട്രെയിൻ വിത്ത് റെസ്റ്റ് ഓഫ് ദി പ്ലെയേഴ്സ് വെൻ ദി കോച്ചിങ് സ്റ്റാഫ് ഈസ് ഷുവർ ദാറ്റ് ഹി വിൽ നോട്ട് എക്സ്പീരിയൻസ് ദി പ്രോബ്ലം അഗെയിൻ. വീണ്ടും അദ്ദേഹത്തിന് പരിക്ക് ആവർത്തിക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ അദ്ദേഹത്തെ മറ്റു താരങ്ങൾക്കൊപ്പം ട്രെയിനിങ്ങിന് വിടുകയുള്ളൂ. മാക്സിമം പ്രിക്കോഷൻ എടുത്തുകൊണ്ട് ഇനിയൊരു പരിക്ക് അദ്ദേഹത്തിന് ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് കോച്ചിങ് സ്റ്റാഫിൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സ് ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പോൾ ഇൻറ്റേർണലി ഇനിയുള്ള ഭാഗം ശ്രദ്ധിക്കണേ, റിപ്പോർട്ടിന് ഇനിയുള്ള ഭാഗം. ഇൻറ്റേർണലി നാഷണൽ ടീം വർക്ക് ചെയ്യുന്നത് ടു ഗെറ്റ് നെയ്മർ ഇൻ ഷേപ്പ് ഫോർ ദി നോക്കൗട്ട് സ്റ്റേജ് ഓഫ് ദി വേൾഡ് കപ്പ്. വാവ്, വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് നെയ്മറെ സജ്ജനാക്കി എടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? This would mean absence not only against Haiti but also against Scotland on the 24th in Miami. സംഗതി മനസ്സിലായല്ലോ. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ മാത്രമല്ല, സ്കോട്ട്ലൻഡിനെതിരെ 24-ാം തീയതി മയാമിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിലും നെയ്മർ ജൂനിയർ ആബ്സെൻ്റ് ആവും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നെയ്മർ ജൂനിയർ നോക്കൗട്ട് സ്റ്റേജിലേക്ക് പൂർണ്ണ ഫിറ്റായിട്ട് വരിക, അതിനുവേണ്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ബ്രസീലിയൻ ടീമിൻ്റെ ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള റിപ്പോർട്ടാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. നമുക്കറിയാം, അടുത്ത മത്സരം വെള്ളിയാഴ്ചയാണ് ബ്രസീലിൻ്റെ കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച, അതായത് ജൂൺ 20 പുലർച്ചെ 6 മണിക്ക്. അത് കഴിഞ്ഞിട്ട് സ്കോട്ട്ലൻഡിനെതിരെയുള്ള കളിയും അദ്ദേഹത്തിന് നഷ്ടമായിട്ട് പിന്നെ നോക്കൗട്ട് സ്റ്റേജ് ആകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ESPN ബ്രസീൽ നൽകുന്നത്. എന്തായാലും ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് പ്രസ് കോൺഫറൻസിന് വരുമ്പോൾ നമ്മുടെ കാർലോ ആഞ്ചലോട്ടി കുറച്ചുകൂടി വിവരങ്ങൾ നൽകും എന്ന് തന്നെ കരുതാം. പക്ഷേ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അദ്ദേഹത്തിന് ഗ്രൂപ്പ് സ്റ്റേജിൽ അടുത്ത 2 മത്സരങ്ങളും നഷ്ടമാകും എന്ന് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.